ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം. അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഡേറ്റ്സ് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ അത് ഒട്ടാതെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് എല്ലായിടത്തും ഈക്വലായിട്ട് എത്തിക്കോളും, അല്ലെങ്കിൽ എല്ലാം അടിയിലേക്ക് അങ്ങ് താന്നു പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ അതൊന്ന് കാരമലൈസായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അപ്പടി അങ്ങ് കരിഞ്ഞ ഒരു ടേസ്റ്റ്, ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വന്നു പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പാട്ടായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീണ് പൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ടയായിട്ടൊക്കെ തോന്നിക്കും. അത് കുഴപ്പമില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് ബോയിലായി കഴിയുമ്പോൾ എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് വേറൊരു ക്ലീൻ ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പതഞ്ഞ് വരുന്നതിന് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഫ്ലഫി ആവുന്നതിന് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടില്ല, അപ്പോൾ നല്ല വൈറ്റിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതിന് വരെ. അല്ലെങ്കിൽ നമ്മുടെ മുട്ട പതപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാം അങ്ങ് ഫ്ലഫിനെസ് പോവും. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും പാർട്ടായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് ജെൻറ്റിലായിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ക്യാരറ്റ് ഡേറ്റ്സ് മിക്സ്ചർ പാർട്ടായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സ്പാച്ചുല വെച്ചും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് മിക്സായി എന്ന് ഉറപ്പ് വരുത്താനാണ്. ഇനി ഇവിടെ ഞാൻ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് കൊട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ മുകളിലേക്ക് ക്രഷ്ഡ് നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 180 ഡിഗ്രീസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് 165 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ എടുത്തു. 45 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബേക്കായോ ഇല്ലയോ എന്ന്. ക്യൂറൽ വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് കൂളായതിന് ശേഷം മാത്രം നമ്മൾ ഡീമോൾഡ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കത് കട്ട് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കൊരു 1 വീക്ക് വരെയൊക്കെ ഇരിക്കും. അതിൽ കൂടുതൽ ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല, വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത ദിവസം നമുക്കത്ര ടേസ്റ്റായിട്ട് തോന്നിക്കില്ല. അപ്പോൾ സെക്കൻഡ് ഡേ ഓൺവേർഡ്സാണ് നല്ല ടേസ്റ്റ്. സെക്കൻഡ് തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴാണ് ഈ കേക്കിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഈ റെസിപ്പി എനിക്ക് കുറച്ച് പേര് ഷെയർ ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കേക്കൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.